Hello everyone, this is me Faiz VK from AIMS Nagpur. I am your physics faculty. Today I'm going to continue our discussion chapter number 9, mechanical properties of fluids. Okay, mechanical properties of fluids. So in previous sessions, കഴിഞ്ഞ ക്ലാസ്സുകൾ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? പ്രഷർ, സ്ട്രീംലൈൻ ഫ്ലോ, ബെർണോളിസ് പ്രിൻസിപ്പിൾ, വിസ്കോസിറ്റി. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്തു? സർഫസ് ടെൻഷൻ. ഓക്കെ, നമ്മൾ പിന്നെ സമ്മറീസ് കണ്ടു, പോയിന്റ്സ് ടു പോയിന്റർ നമ്മൾ എന്ത് ചെയ്തു? വായിച്ചു പോയി. പിന്നെ നമുക്ക് ഇന്ന് എന്ത് സ്റ്റാർട്ട് ചെയ്യാം? എക്സസൈസസ്. ഓക്കെ, സോ സ്റ്റാർട്ടിങ് വിത്ത് exercise solutions. Okay, let's solve that. So first question is the question number 9.1. Question number 9.1. Explain why. We have to explain everything. Okay, we have to explain everything. Okay. See, the statement A is the blood pressure in humans is greater at the feet than at the brain. എന്താണ് സ്റ്റേറ്റ്മെന്റ്? ഹ്യൂമൻസിന്റെ ബ്ലഡ് പ്രഷർ നമ്മൾ ഫീറ്റിലും ബ്രെയിനിലും കമ്പയർ ചെയ്യുമ്പോൾ ഫീറ്റിലാണ് കൂടുതൽ. ഓക്കെ, നമ്മൾ ആദ്യം ആ സ്റ്റേറ്റ്മെന്റ് വൈ. ഓക്കെ, എങ്ങനെ നോക്കാം? നോക്കിക്കോ. സപ്പോസ് ദിസ് ഈസ് ദ ഹ്യൂമൻ ബോഡി. കറക്റ്റ്, ദിസ് ഈസ് ദ ഹ്യൂമൻ ബോഡി. ഓക്കെ, ദിസ് ഈസ് ദ ഹ്യൂമൻ ബോഡി. സോ സി, ദിസ് ഈസ് ഫീറ്റ്, ദിസ് ഈസ് ഫീറ്റ്. ദിസ് ഈസ് ഫീറ്റ് ആൻഡ് ദിസ് ഈസ് വാട്ട്? ബ്രെയിൻ. ഓക്കെ, ബ്രെയിൻ ഉണ്ട്. ഓക്കെ, ഹെഡിനകത്ത് എന്തുണ്ട്? ബ്രെയിൻ ഉണ്ട്. സോ നമുക്കറിയാം ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം എന്താണ്? കണ്ടിന്യൂസ് സിസ്റ്റം ആണ് അല്ലെ? വിത്ത് ആർട്ടറീസ് ആൻഡ് വെയിൻസ് ആൻഡ് ഓൾ. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് സിസ്റ്റം. ഓക്കെ, ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് സിസ്റ്റം. സോ ഐ ക്യാൻ സേ, എനിക്ക് എങ്ങനെ എടുക്കാം ഈ ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം? ഒരു കണ്ടിന്യൂസ് പൈപ്പ് ആയിട്ട് എടുക്കാം അല്ലെ? ഒരു കണ്ടിന്യൂസ് സർക്കുലേറ്ററി സിസ്റ്റം എനിക്ക് എടുക്കാം. കറക്റ്റ്. സോ സിമ്പിൾ അല്ലേ? സോ നമ്മൾ താഴോട്ടേക്ക് വരുന്തോറും ബ്ലഡ് പ്രഷർ എന്ത് ചെയ്യും? കൂടും. ബൈ HRO നമ്മൾ പഠിച്ചു കഴിഞ്ഞതല്ലേ അത്? സോ ഞാൻ ബ്രെയിനിലെ ബ്ലഡ് പ്രഷർ ഞാൻ PB എന്ന് എടുക്കുന്നു. ഫീറ്റിലുള്ളതോ PF. കറക്റ്റ്. നമുക്ക് സിംപിളി സപ്പോസ് ഈ ഹൈറ്റ് H ആണെങ്കിൽ എനിക്ക് എങ്ങനെ എടുക്കാൻ പറ്റും? P pressure at feet is equal to pressure at brain plus HρG. കറക്റ്റ്. സോ ഇത് നമുക്ക് വാല്യൂസിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മളിവിടെ ഡെൻസിറ്റി എടുക്കുന്നത് ആരുടെ ഡെൻസിറ്റിയാണ്? ഡെൻസിറ്റി ഓഫ് ഹ്യൂമൻ ബ്ലഡ് ആയിരിക്കും. നമുക്കിവിടെ വാല്യൂസിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഇതിൽ നിന്ന് മനസ്സിലായി, പ്രഷർ അറ്റ് ഫീറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ പ്രഷർ അറ്റ് ബ്രെയിൻ അല്ലേ? സിമ്പിൾ അല്ലേ? സോ ബ്ലഡ് പ്രഷർ ഇൻ ഹ്യൂമൻസ് ഈസ് greater at the feet than at the brain. Okay, so first statement done. Okay, second statement എന്താണ്? Atmospheric pressure at a height of about 6 kilometer decreases to nearly half of its value at the sea level, though the height of the atmosphere is more than 100 kilometer. എന്താണ് പറയുന്നത്? ആക്ച്വലി ക്വസ്റ്റ്യൻ എന്താണ് മീൻ ചെയ്തിരിക്കുന്നത്? സപ്പോസ് ഇതാണ് നമ്മൾ എർത്ത് എന്ന് വിചാരിച്ചു. നമ്മൾ എർത്ത്. ഓക്കെ, എർത്തിന്റെ സർഫസിൽ ഇവിടെ തന്നെ നമ്മൾ അറ്റ്മോസ്ഫറിക് പ്രഷർ എത്രയാണ്? അറ്റ്മോസ്ഫറിക് പ്രഷർ വി നോ ദാറ്റ് അറ്റ്മോസ്ഫറിക് പ്രഷർ ഐ ക്യാൻ ടേക്ക് എസ് 101 kPa. എങ്ങനെ എടുത്തത്? എനിക്ക് എന്തറിയാം? അറ്റ്മോസ്ഫറിക് പ്രഷർ ഈസ് 1.01 into 10⁵ പാസ്കൽ അല്ലേ? ഇതിനെങ്ങനെ എടുത്ത് ഞാൻ 101 kPa നിങ്ങൾക്ക് എഴുതിക്കൂടെ? എഴുതാം. സോ നമ്മൾ അറ്റ്മോസ്ഫിയർ എത്രയുണ്ട്? അറ്റ്മോസ്ഫിയർ എത്രയുണ്ട്? ഹൈറ്റ് ഓഫ് അറ്റ്മോസ്ഫിയർ മോർ ദാൻ 100 kilometer ആണ്. ഹൈറ്റ് ഓഫ് അറ്റ്മോസ്ഫിയർ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? മോർ ദാൻ 100 kilometer. സോ ഹൈറ്റ് ഓഫ് അറ്റ്മോസ്ഫിയറിൽ എത്രയാണ്? ഹൈറ്റ് ഓഫ് അറ്റ്മോസ്ഫിയർ ഈസ് മോർ ദാൻ 100 kilometer. ഹൈറ്റ് ഓഫ് അറ്റ്മോസ്ഫിയർ ഈസ് മോർ ദാൻ 100 kilometer. ഹൈറ്റ് ഓഫ് അറ്റ്മോസ്ഫിയർ ഈസ് മോർ ദാൻ 100 kilometer ആണ്. സപ്പോസ് എവിടം വരെ എടുക്കാം. ഇതാണ് 100 kilometer. സോ ഇത്രയാണ് ഹൈറ്റ് ഓഫ് അറ്റ്മോസ്ഫിയർ. ഓക്കെ, സിമ്പിൾ. നമുക്കറിയാം പ്രഷർ എങ്ങനെയാണ് വാരി ചെയ്യുന്നത്? വിത്ത് ഹൈറ്റ് അല്ല, ലീനിയർ വേരിയേഷൻ അല്ലേ H, ബിക്കോസ് HρG. സോ ബേസിക്കലി ലീനിയർ വേരിയേഷൻ ഓഫ് H ആണെങ്കിൽ എങ്ങനെ കിട്ടണം നമുക്ക്? 50 kilometer ഹൈറ്റ് എത്തുമ്പോഴല്ലേ എനിക്ക് 50 kilometer ഹൈറ്റ് എത്തുമ്പോൾ എത്ര ആയിരിക്കണം? അപ്രോക്സിമേറ്റ്ലി 50 kPa ആയിരിക്കണ്ടേ? 50.5 kPa ആയിരിക്കണ്ടേ പ്രഷർ? മനസ്സിലായി? അതായത്
അതായത് അറ്റ്മോസ്ഫിയറിൽ എർത്തിന്റെ സർഫസിലുള്ള പ്രഷർ 101 കിലോ പാസ്കൽ ആണ്. ഹൈറ്റ് ഓഫ് അറ്റ്മോസ്ഫിയർ മോർ ദാൻ 100 കിലോമീറ്റർ ആണ്. നമുക്കറിയാം പ്രഷർ വാരി ചെയ്യുന്നത് വിത്ത് ഹൈറ്റ് ലീനിയർലി ആണ് അല്ലെ? ലീനിയർലി അല്ലേ? ബിക്കോസ് പ്രഷർ അല്ലേ? ആയിട്ട് ലീനിയർലി വാരി ചെയ്യുന്നത്. സോ 50 കിലോമീറ്റർ കഴിഞ്ഞാൽ പ്രഷർ എത്രയാവണം? ശരിക്കും പറഞ്ഞാൽ 50.5 കിലോ പാസ്കൽ. ബട്ട് ക്വസ്റ്റൻ എന്താ പറഞ്ഞിരിക്കുന്നത്? 6 കിലോമീറ്റർ മുകളിലോട്ട് പോകുമ്പോഴേക്ക് തന്നെ നമ്മൾ മുകളിലോട്ട് എത്ര കിലോമീറ്റർ എത്തിയുള്ളൂ? നമ്മൾ മുകളിലോട്ട് 6 കിലോമീറ്റർ എത്തിയുള്ളൂ. അത് എത്തിയപ്പോൾ തന്നെ പ്രഷർ എത്രയായി മാറി? 50.5 കിലോ പാസ്കലായി മാറി. അപ്പം തന്നെ പ്രഷർ എന്തായി? ഹാഫ് ആയി. അപ്പൊ പ്രഷർ ആക്ച്വലി ഇവിടെ ലീനിയർലി ആണോ വാരി ചെയ്യുന്നത്? അല്ല, പ്രഷർ ലീനിയർലി അല്ല വാരി ചെയ്യുന്നത്. അതെങ്ങനെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം? പ്രഷർ ലീനിയർലി അല്ല വാരി ചെയ്യുന്നത്. കാരണം ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ് അല്ലെ? ഗ്രാവിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? ഗ്രാവിറ്റി ചേഞ്ചസ് വിത്ത് ഹൈറ്റിനനുസരിച്ച് ഗ്രാവിറ്റി മാറത്തില്ലേ? മാറും. അതുപോലെ ഡെൻസിറ്റി ഓൾസോ ചേഞ്ചസ് വിത്ത് ഹൈറ്റ്. സോ ഡെൻസിറ്റിയും വേരിയബിൾ ആണ്, ഇവിടെ ഗ്രാവിറ്റിയും വേരിയബിൾ ആണ്, ഹൈറ്റും വേരിയബിൾ ആണ്. സോ നമുക്ക് ഹൈറ്റോട്ട് ലീനിയർലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. സോ മൂന്ന് ക്വാണ്ടിറ്റീസും വേരിയബിൾ ആണ്. ഹൈറ്റും വേരിയബിൾ ആണ്, ഡെൻസിറ്റിയും വേരിയബിൾ ആണ്, ജിയും വേരിയബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രഷർ ലീനിയർലി അല്ല വാരി ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് 50 കിലോമീറ്റർ എത്തിയാൽ മാത്രമേ മാറുമെന്ന് പറയാൻ ഇല്ല. It is clear, right? Okay. So next നമുക്ക് നോക്കാം സ്റ്റേറ്റ്മെന്റ് സി. ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഈസ് എ സ്കെലാർ ക്വാണ്ടിറ്റി ഈവൻ ദോ പ്രഷർ ഈസ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ. അല്ലെ, നമുക്കറിയാം പ്രഷറിന്റെ ഇക്വേഷൻ എന്താണ് ആക്ച്വലി? എന്താണ് പ്രഷറിന്റെ ഇക്വേഷൻ? പ്രഷർ ഈസ് ഈക്വൽ ടു വെക്ടർ എഫ് ഡിവൈഡഡ് ബൈ വെക്ടർ എ. കറക്റ്റ്. ഇവിടെ നമ്മൾ ഫോഴ്സ് വെക്ടറും ഫോഴ്സ് എന്താണ്? വെക്ടർ ആണ്. ഏരിയ എന്താണ്? വെക്ടർ ആണ്. പക്ഷേ പ്രഷർ എന്താണ്? ആക്ച്വലി പ്രഷർ ഈസ് എ സ്കെലാർ ക്വാണ്ടിറ്റി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഇങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റത്തില്ല. P is equal to വെക്ടർ എഫ് ബൈ വെക്ടർ നമുക്ക് എഴുതാൻ പറ്റത്തില്ല. അതിന് പകരം എനിക്ക് എങ്ങനെ എഴുതാം? എങ്ങനെ എഴുതാം? I can write as വെക്ടർ എഫ് is equal to P into വെക്ടർ എ. എനിക്ക് ഇങ്ങനെ എഴുതാം. അല്ലെങ്കിൽ ഇങ്ങനെ പ്രഷറിന്റെ ഫോമിൽ എഴുതണമെങ്കിൽ ഇങ്ങനെ എഴുതണം. അതായത് മോഡ് എടുക്കണം, മുകളിലും മോഡ് എടുക്കണം, അടിയിലും മോഡ് എടുക്കണം. ഓക്കെ, ഇതും കറക്റ്റ് ആണ്. ഇത് കറക്റ്റ് അല്ല. കറക്റ്റ്. ഓക്കെ. സോ പ്രഷർ ഈസ് എ സ്കെലാർ ക്വാണ്ടിറ്റി ഈവൻ ദോ ഫോഴ്സ് ആൻഡ് ഏരിയ ഈസ് എ വെക്ടർ. സ്റ്റേറ്റ്മെന്റ് ക്ലിയർ അല്ലേ? പ്രഷർ ഈസ് എ സ്കെലാർ ക്വാണ്ടിറ്റി. ഞാൻ വേണേ ഇവിടെ എഴുതി തരാം. പ്രഷർ ഈസ് a scalar quantity. Pressure is a scalar quantity even though force and area are vectors. Okay, clear alle? Okay, so next let's move to again explain why pattern. Explain cheyyanam. See, first statement is the angle of contact of mercury with glass is obtuse while that of water with glass is acute. അതായത് എന്താ പറഞ്ഞിരിക്കുന്നത്? angle of contact of mercury with glass is obtuse while that of water with glass is acute. angle of contact ന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് അതും ഇവിടെ ബ്യൂട്ടിഫുള്ളി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. നോക്കിക്കോ. ഓക്കെ, ഇതാണ് ഗ്ലാസ് എന്ന് വിചാരിച്ചു. ഗ്ലാസിന്റെ ഇവിടെ എന്റെ കയ്യിൽ മെർക്കുറി. ഓക്കെ, ദിസ് ഈസ് മെർക്കുറി. ഇനി രണ്ടാമത്തെ കേസിൽ എന്റെ കയ്യിൽ ഗ്ലാസ് ഉണ്ട്. പക്ഷെ ആരാണുള്ളത്? ഗ്ലാസ്സുമേലുള്ളത് വാട്ടർ ആണ്. കറക്റ്റ്. ഗ്ലാസ്സുമേലുള്ളത് ആരാണ്? വാട്ടർ. ഓക്കെ, ഒന്നാമത്തെ കേസിൽ ഗ്ലാസ്സുമേൽ ആരുണ്ട്? മെർക്കുറി. രണ്ടാമത്തെ കേസിൽ ഗ്ലാസ്സുമേൽ ആരാണുള്ളത്? വാട്ടർ. സോ ഓക്കെ, സോ ഫസ്റ്റ് കേസിൽ എന്താണ് സിനാരിയോ? മെർക്കുറി ഓൺ ഗ്ലാസ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ എന്താണ് സിനാരിയോ? മെർക്കുറി ഓൺ ഗ്ലാസ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിലോ വാട്ടർ ഓൺ ഗ്ലാസ്. മെർക്കുറി ഓൺ ഗ്ലാസ്,
and water on glass. Mercury on glass and water on glass. Easy. So okay. നോക്കിക്കോ, ഇതില് മെർക്കുറി ഓൺ ഗ്ലാസ്സിൽ ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്താണ്? ഒബ്റ്റ്യൂസ്. എങ്ങനെ കിട്ടി? ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഒബ്റ്റ്യൂസ് എങ്ങനെ കിട്ടി? നോക്കിക്കോ, ഞാൻ ഇവിടെ ലൈൻ വരച്ചാൽ സി, ഇതല്ലേ ആംഗിൾ ഓഫ് കോണ്ടാക്ട്. ഇതെന്താണ്? ഒബ്റ്റ്യൂസ് ആണ്. ഇതെന്താണ്? ഒബ്റ്റ്യൂസ് ആണ്. കാരണം എന്താണ്? ഇവിടെ മെർക്കുറിന്റെ കാര്യത്തില് കൊഹസീവ് ഫോഴ്സ് എന്താണ്? അഡ്ഹസീവ് ഫോഴ്സിനേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മെർക്കുറി മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻ കൂടുതലാണ് rather than attraction between mercury molecule and glass molecule. So mercury tries to cohesive force കൂടുതലായിട്ട് മെർക്കുറി അതിന്റെ തന്നെ മോളിക്യൂൾസിനാണ് നല്ല അട്രാക്റ്റീവ് ഫോഴ്സിലൂടെ വിളിക്കുന്നത്. സോ മെർക്കുറി ഓൺ ഗ്ലാസിന്റെ കേസിൽ ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്താണ്? മെർക്കുറി ഓൺ ഗ്ലാസിന്റെ കേസിൽ ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്താണ്? ഒബ്റ്റ്യൂസ്. ഇനി വാട്ടർ ഓൺ ഗ്ലാസിന്റെ കേസിൽ ആംഗിൾ ഓഫ് കോണ്ടാക്ട് നോക്ക്. സി, ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്താണ്? അക്യൂട്ട് ആണ് ഈ കേസിൽ. കാരണം എന്താണ്? ഇവിടെ വാട്ടർ ഓൺ ഗ്ലാസിന്റെ കേസിൽ പറയുകയാണെങ്കിൽ അഡ്ഹസീവ് ഫോഴ്സ് ഇസ് ഗ്രേറ്റർ ദാൻ കൊഹസീവ് ഫോഴ്സ്. അഡ്ഹസീവ് ഫോഴ്സ് ഇസ് ഗ്രേറ്റർ ദാൻ കൊഹസീവ് ഫോഴ്സ്. അതായത് വാട്ടർ മോളിക്യൂളായിട്ട് ഉള്ള അട്രാക്ഷനേക്കാൾ കൂടുതലാണ് വാട്ടർ മോളിക്യൂളിന് ഗ്ലാസ് മോളിക്യൂളായിട്ട്. ദാറ്റ് ഈസ് വാട്ട് അഡ്ഹസീവ് ഫോഴ്സ് ഇസ് ഗ്രേറ്റർ ദാൻ കൊഹസീവ് ഫോഴ്സ്. Clear? Okay. So that is okay. Statement A is clear. Next statement B. Water on clean glass surface tends to spread out, while mercury on the same surface tends to form drops. Put differently, water wets glass while mercury does not. Simple only, same statement. Angle of contact. See, mercury ന്റെ കാര്യത്തിൽ ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്താണ്? മെർക്കുറിന്റെ കാര്യത്തിൽ മെർക്കുറി ഓൺ ഗ്ലാസ് ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്താണ്? ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്താണ്? ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്താണെടാ? ആംഗിൾ ഓഫ് കോണ്ടാക്ട് മെർക്കുറി ഓൺ ഗ്ലാസ് ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്താണ്? ഒബ്റ്റ്യൂസ് ആണ്. ബട്ട് വാട്ടർ ഓൺ ഗ്ലാസ് ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്താണ്? അക്യൂട്ട്. ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്താണ്? അക്യൂട്ട്. സോ ക്ലിയർ അല്ലേ? സി, ഇത് എൻസിആർടിയിൽ വൃത്തിക്ക് കൊടുത്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. സർഫസ് ടെൻഷൻ പാർട്ടിൽ ഞാൻ ഇന്നലെ എക്സ്പ്ലെയിൻ ചെയ്തു പോയതാണ്. ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. സി, ഇവിടെ നോക്ക്, ഇതവിടെ നല്ല വൃത്തിക്ക് കൊടുത്തിട്ടുണ്ട്. സി, നോക്ക് ഇവിടെ. യെസ്, സി angle of contact is obtuse angle in case of water leaf. ഇവിടെ വാട്ടർ ഗ്ലാസ് എടുക്കാം. സി, while it is an acute angle in case of water plastic. ഓക്കെ, ഇവിടെ അങ്ങനെ. ഓക്കെ, see, when theta is an obtuse angle എന്ന് പറയുമ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ ആരാണ്? ക്വസ്റ്റ്യൻ മെർക്കുറി ഗ്ലാസ്. Then molecules of liquid, that is molecules of mercury, are attracted strongly to themselves and weakly to those of solid. അതായത് മെർക്കുറി ഓൺ ഗ്ലാസിന്റെ കേസിൽ മെർക്കുറി ഓൺ ഗ്ലാസ് angle of contact എന്താണ്? obtuse. So when theta is obtuse angle, then molecules of liquids are attracted strongly to themselves and weakly to those of solids. Simple. So it costs a lot of energy to create a liquid solid surface, and liquid then does not wet the solid. Same case, correct. Mercury on glass surface. See, okay, go. On other hand, നമ്മളോട് എന്താ പറയുന്നത്? ഗ്ലാസ് ഓൺ വാട്ടർ സർഫസ്. If the molecules of the liquid are strongly attracted to those of the solid, this will reduce the surface tension of solid liquid interface, and therefore angle will be acute. ആംഗിൾ അക്യൂട്ട് ആണെങ്കിൽ, ആംഗിൾ ഓഫ് കോണ്ടാക്ട് അക്യൂട്ട് ആണെങ്കിൽ എന്ത് പറയാം? molecules of the liquid are strongly attracted to those of the solid. Simple. This is what happens for water on glass or on plastic and for kerosene or oil. Okay. See, correct അല്ലേ? ഈസി അല്ലേ? സോ എൻസിആർടിയിൽ വളരെ വൃത്തിക്ക സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് പോവാം. നമുക്ക് സ്റ്റേറ്റ്മെന്റ് സി നോക്കാം. എന്താണ് സ്റ്റേറ്റ്മെന്റ് സി പറയുന്നത്? Surface tension of a liquid is independent of the area of the surface. Surface tension of a liquid is independent of the area of the surface. Surface tension of a liquid is independent of the area of the surface. Simple അല്ലേ? സർഫസ് ടെൻഷൻ ഓഫ് ലിക്വിഡ് ഏരിയ ആയിട്ട് ഡിപ്പെൻഡൻസി ഉണ്ടോ? ഇല്ല. ഓക്കെ, അത് ക്ലിയർ ആയി. നെക്സ്റ്റ്, വാട്ടർ വിത്ത് ഡിറ്റർജന്റ് ഡിസോൾവ്ഡ് ഇൻ ഇറ്റ് should have small angles of contact.
വാട്ടർ വിത്ത് ഡിറ്റർജന്റ് ഡിസോൾവ്ഡ് ഇൻ ഷുഡ് ഹാവ് സ്മോൾ ആംഗിൾസ് ഓഫ് കോണ്ടാക്ട്. സി, അതും എൻസൈറ്റിൽ ആ ഭാഗത്ത് തന്നെ അവളൊരു വൃത്തിക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ കാണിച്ചുതരാം. സി, നോക്കിക്കോ, കണ്ട, നോക്കിക്കോ, സോപ്പോ അല്ലെങ്കിൽ ഡിറ്റർജന്റോ അല്ലെങ്കിൽ any dyeing substances are wetting agent. Why? Because they are wetting agents. When they are added, the angle of contact becomes small. Angle of contact becomes small means angle of contact become acute. Angle of contact acute ആയി മാറിയാൽ എന്ത് ചെയ്യും? വെറ്റ് ചെയ്യത്തില്ലേ? So that they may penetrate well and become effective. So ആ സ്റ്റേറ്റ്മെന്റും ക്ലിയർ ആയില്ലേ? എന്തായിരുന്നു ക്വസ്റ്റ്യൻ? സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? വാട്ടർ വിത്ത് ഡിറ്റർജന്റ് ഡിസോൾവ്ഡ് ഇൻ ഇറ്റ് ഷുഡ് ഹാവ് സ്മോൾ ആംഗിൾസ് ഓഫ് കോണ്ടാക്ട്. അതും ക്ലിയർ ആയി. നെക്സ്റ്റ്, എ ഡ്രോപ്പ് ഓഫ് ലിക്വിഡ് അണ്ടർ നോ എക്സ്റ്റേണൽ ഫോഴ്സസ് ഓൾവേസ് സ്ഫെറിക്കൽ ഇൻ ഷേപ്പ്. അഗെയിൻ എൻസൈറ്റിൽ ഗിവൺ ആണ്. സി, ബിക്കോസ് സ്ഫിയറിനാണ് എന്ത് മിനിമൽ ഏരിയ ഡ്രോപ്പ് എന്ന് വളരെ വൃത്തിക്ക് കൊടുത്തിട്ടുണ്ട്. സി, നോക്കിക്കോ, ഫോർ എ ഗിവൺ വോളിയം നോക്ക്, for a given volume the surface with the minimum energy is the one with the least area. For a given volume the surface with minimum energy is the one with the least area. Correct. The sphere has this property. സ്ഫിയറിനാണ് എന്ത് ഏറ്റവും ലീസ്റ്റ് ഏരിയ ഫോർ എ ഗിവൺ വോളിയം എടുക്കാൻ പറ്റുക, അതായത് ലീസ്റ്റ് എനർജി എടുക്കാൻ പറ്റുക. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? വാട്ടർ എന്താ പറഞ്ഞത്? ഡ്രോപ്പ് ഓഫ് ലിക്വിഡ് അണ്ടർ നോ എക്സ്റ്റേണൽ ഫോഴ്സ് ഇസ് ഓൾവേസ് സ്ഫെറിക്കൽ ഇൻ ഷേപ്പ്. ഓക്കെ, അടുത്ത ചോദ്യം 9.3 മൂവ് ചെയ്തു നമ്മൾ. 9.3, fill in the blanks using the word from the list appended with each statement. Surface tension of liquid generally temperature decreases with temperature. അല്ലേ? സർഫസ് ടെൻഷൻ എന്താണ് ചെയ്യുന്നത്? ഡിക്രീസസ് വിത്ത് ടെമ്പറേച്ചർ. സർഫസ് ടെൻഷൻ ഡിക്രീസസ് വിത്ത് ടെമ്പറേച്ചർ. അതും എൻസൈറ്റിൽ തന്നിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. നോക്കിക്കോ, സർഫസ് ടെൻഷൻ ഡിക്രീസസ് വിത്ത് ടെമ്പറേച്ചർ. See, the value of surface tension depends on temperature. Like viscosity, surface tension of liquid usually falls with temperature. So surface tensionum temperatureum relation എന്താണ്? സർഫസ് ടെൻഷനും ടെമ്പറേച്ചറും റിലേഷൻ എന്താണ്? സർഫസ് ടെൻഷനും ടെമ്പറേച്ചറും എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? ഇൻവേഴ്സലി. ദാറ്റ് ഈസ് ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ സർഫസ് ടെൻഷൻ എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഓക്കെ, ദാറ്റ് ഈസ് ബ്യൂട്ടിഫുള്ളി ഗിവൺ. സോ fill in the blanks ആണ്. സർഫസ് ടെൻഷൻ ഓഫ് ലിക്വിഡ് ജനറലി ഡിക്രീസസ് വിത്ത് ടെമ്പറേച്ചർ. നെക്സ്റ്റ്, വിസ്കോസിറ്റി ഓഫ് ഗ്യാസസ്. ഗ്യാസിന്റെ വിസ്കോസിറ്റി ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ ആണ്. ആദ്യം ഇൻക്രീസ് ചെയ്യും, സോ ഇവിടെ ഇൻക്രീസസ്. whereas viscosity of liquid decreases with temperature. So viscosity of gases increases with temperature. Viscosity of liquid decreases with temperature. So നമുക്ക് ഇങ്ങനെ പറയാം, എന്താണ് വിസ്കോസിറ്റി ഓഫ് ഗ്യാസസ്? വിസ്കോസിറ്റി നമ്മൾ ഗ്യാസിന്റെ ആണ് പറയുന്നതെങ്കിൽ ടെമ്പറേച്ചർ ആയിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഡയറക്ട്ലി എന്താണ്? പ്രൊപ്പോർഷണൽ ആണ്. ഇനി നമ്മൾ വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ് ആണ് പറയുന്നതെങ്കിലോ, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെങ്കിൽ വിസ്കോസിറ്റി ഓഫ് ലിക്വിഡോ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? ടെമ്പറേച്ചർ ആണ്. So viscosity of gas is directly proportional to temperature, whereas viscosity of liquid is inversely proportional to temperature. Simple, വളരെ സിമ്പിൾ അല്ലേ? നെക്സ്റ്റ്, മൂവിങ് ടു നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്. എന്നാണ് പറയുന്നത്? For solid with elastic modulus of rigidity, the shearing force is proportional to what? Shear strain only, while for fluid it is proportional to rate of shear strain. So ഇവിടെ എന്താണ്? ഒന്നാമത്തെ എന്താണ് വരുന്നത്? ഫോർ സോളിഡ് വിത്ത് ഇലാസ്റ്റിക് മോഡുലസ് ഓഫ് റിജിഡിറ്റി. ഇവിടെ ഇത് ആദ്യം ഇൻക്രീസ് ചെയ്യും, രണ്ടാമത് ഇവിടെ ഡിക്രീസ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് പറയുന്നത്? ഫോർ സോളിഡ് വിത്ത് ഇലാസ്റ്റിക് മോഡുലസ് ഓഫ് റിജിഡിറ്റി ദ ഷിയറിംഗ് ഫോഴ്സ് ഇസ് പ്രൊപ്പോർഷണൽ ടു ഷിയർ സ്ട്രെയിൻ. Correct. While for fluid it is proportional to rate of shear strain. Easy, yes. Moving to next. For a fluid in a steady flow,
For a fluid in a steady flow, the increase in flow speed at a constriction follows. For a fluid in a steady flow, the increase in flow speed at a constriction. Simple. ഏതാണ് conservation of mass? That is Bernoulli's principle. See, ആക്ച്വലി രണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കറക്റ്റ് പറയാൻ പറ്റും. ഓക്കെ, യെസ്. അടുത്തത്, ഫോർ ദ മോഡൽ ഓഫ് എ പ്ലെയിൻ ഇൻ എ വിൻഡ് ടണൽ, ടർബുലൻസ് occurs at a speed. സിമ്പിൾ അല്ലേ? ഗ്രേറ്റർ സ്പീഡ് ഫോർ ടർബുലൻസ് ഫോർ എൻ ആക്ച്വൽ പ്ലെയിൻ. കറക്റ്റ്. ഇനി നമുക്ക് കുറച്ച് എന്ത് ചെയ്യാം? പ്രോബ്ലം സോൾവിംഗ് ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, 9.4ലേക്ക് ഞാൻ തിരിച്ചു വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് 9.5 നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത് നോക്കാം. നോക്കിക്കോ. എ 50 kg girl wearing high heel shoes balances on a single heel. The heel is circular with a diameter of 1 centimeter. Correct. What is the pressure exerted by the heel on the horizontal floor? So സംഭവം എന്താണ്? ഒരു 50 kg ഗേൾ ഉണ്ട്. heel is circular with diameter 1 centimeter. Okay, pressure exertion കാണാം. Okay, 50 kg ഹീലിന്റെ ഡയമീറ്റർ 1 centimeter. നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്ത് പോകാം. സോ വെയിറ്റ് ഇത്രയാണ്. വെയിറ്റ് ആണെന്ന് മാസ് ആണ്. 50 kg ആണ്. സോ മാസ് ഈസ് ഗിവൺ. മാസ് എത്രയാണ് വന്നിരിക്കുന്നത്? 50 kg. മാസ് 50 kg. ഇനി ഹീല് സർക്കുലാർ ആണ്. എന്താണ് ഗിവൺ? ഹീൽ സർക്കുലാർ. ഡയമീറ്റർ ഗിവൺ ആണ്. എത്രയാണ് ഡയമീറ്റർ? 1 centimeter അല്ലേ? ഡയമീറ്റർ 1 centimeter അല്ലേ? മെഷർ എക്സിബിറ്റഡ് ബൈ ദ ഹീൽ ഓൺ ദ ഹൊറിസോണ്ടൽ ഫ്ലോർ ആണ് നമുക്ക് കാണേണ്ടത്. നമുക്കറിയാം പ്രഷറിന്റെ ഫോർമുല എന്താണ്? പ്രഷറിന്റെ ഫോർമുല സി മോഡുലസ് ഓഫ് ഫോഴ്സ്. ആക്ച്വലി നമുക്ക് ആദ്യം എന്ത് കാണണം? ഫോഴ്സ് കാണണം. ഇവിടെ ഫോഴ്സ് എന്തായിരിക്കും? ഇവിടെ ഫോഴ്സ് വിൽ ബി ഈക്വൽ ടു വെയിറ്റ്. ഇവിടെ ഫോഴ്സ് എന്നാണ്, വെയിറ്റ് ആയിരിക്കും. സോ ഇവിടെ വെയിറ്റ് എത്ര വരും? ദാറ്റ് ഈസ് 50 kg അല്ലേ, ഇൻറ്റു 9.8. ദാറ്റ് ഈസ് ഗ്രാവിറ്റി ഓൺലി. സോ ഹൗ മച്ച്? 490 ന്യൂട്ടൺ കിട്ടും. സോ ഇത്രയും ആണ് ഫോഴ്സ്, 490 ന്യൂട്ടൺ. ഇനി നമുക്ക് എന്ത് കാണണം? ഏരിയ കാണണം. ഏരിയ കാണണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം? പൈ ഇൻറ്റു r² അല്ലേ? സോ നമുക്ക് ഇവിടെ ഡയമീറ്റർ ആണ് ഗിവൺ. സോ പൈ d²/4 ആയിട്ട് മാറും. കറക്റ്റ്. r is equal to d/2, r² is equal to d²/4. സോ അത് കൊടുക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടി? π/4 ഇൻറ്റു d is 1 centimeter, that is 10⁻⁻2 meter, that is 10⁻⁻4 meter square. സോ ഫോഴ്സ് കിട്ടി, ഏരിയ കിട്ടി. ഫോഴ്സും കിട്ടി, ഏരിയയും കിട്ടി. സോ അതിനെ ഡിവൈഡ് ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? സോ ഞാൻ എന്ത് ചെയ്യാണ്? ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ചെയ്യാണ്. സോ പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ. ഫോഴ്സ് എത്രയാണ്? 490. ഏരിയയോ π/4 ഇൻറ്റു 10⁻⁻4. സോ എത്ര കിട്ടി എനിക്ക്? 490 ബൈ പൈ ഇൻറ്റു 3 ഇൻറ്റു 10⁻4 ഇൻറ്റു 4 ഇൻറ്റു 10⁻4. കറക്റ്റ്. ഇത്രയല്ലേ കിട്ടുന്നത് പ്രഷർ? ആക്ച്വലി ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്നത് 6.24 ഇൻറ്റു 10⁻6. ആക്ച്വലി കാൽക്കുലേഷൻ ലാസ്റ്റ് കഴിയുമ്പോൾ കിട്ടുന്ന വാല്യൂ എത്രയാണ്? 6.24 ഇൻറ്റു 10⁻6 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഈസി. കറക്റ്റ് അല്ലേ? യെസ്. ഓക്കെ. സോ 9.5 എന്ത് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് 9.6. ക്വസ്റ്റ്യൻ നമ്പർ 9.6. ഓക്കെ, 9.6. അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ടോറിസെല്ലിസ് ബാരോമീറ്റർ യൂസ്ഡ് മെർക്കുറി. പാസ്കൽ ഡ്യൂപ്ലിക്കേറ്റഡ് ഇറ്റ് യൂസിങ് ഫ്രഞ്ച് വൈൻ. ഓക്കെ, പാസ്കൽ എന്ത് ചെയ്തു? ഡ്യൂപ്ലിക്കേറ്റഡ് യൂസിങ് ഫ്രഞ്ച് വൈൻ. ഓക്കെ, അതിന്റെ ഡെൻസിറ്റി 984 kg/m³. ഡിറ്റർമൈൻ ദ ഹൈറ്റ് ഓഫ് ദ വൈൻ കോളം ഫോർ നോർമൽ അറ്റ്മോസ്ഫറിക് പ്രഷർ. നമുക്ക് ടോറിസെല്ലി ബാരോമീറ്ററും പാസ്കൽ ബാരോമീറ്ററും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്പയർ ചെയ്ത് എഴുതാൻ പറ്റും. സി, സോ ഇവിടെ ഞാൻ എന്ത് എടുക്കാണ്? ടോറിസെല്ലി എടുക്കാണ്. ഒരു ടോറിസെല്ലി. ഇവിടെയോ പാസ്കൽ. ടോറിസെല്ലിയും പാസ്കലും. ഓക്കെ, ടോറിസെല്ലിയും പാസ്കൽ എടുത്തു. ടോറിസെല്ലി എന്താണ് യൂസ് ചെയ്തത്? ടോറിസെല്ലി യൂസ് ചെയ്തു മെർക്കുറി. പാസ്കലോ
ഫ്രഞ്ച് വൈൻ. പാസ്കൽ യൂസ് ചെയ്തു ഫ്രഞ്ച് വൈൻ. തനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ ഇവിടെ എച്ച് റോ ജി സി എച്ച് റോ ഓഫ് മെർക്കുറി ഇൻറ്റു ജി. ഒന്നാമത്തെ കേസിൽ ഹൈറ്റ് h1 എടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു h2 ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ഫ്രഞ്ച് വൈൻ ഇൻറ്റു ജി. കറക്റ്റ്. ഇങ്ങനെ എടുത്തൂടെ? എനിക്ക് എന്താ കാണേണ്ടത്? ഫ്രഞ്ച് വൈൻ യൂസ് ചെയ്തപ്പോഴുള്ള ഹൈറ്റ് അല്ലേ ഹൈറ്റ് ഓഫ് ദ കോളം? ഫ്രഞ്ച് വൈൻ യൂസ് ചെയ്തപ്പോഴുള്ള ഹൈറ്റ് ഓഫ് ദ കോളാണ് എനിക്ക് കാണേണ്ടത്. സോ ഈ ജി എനിക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. സോ ഫ്രഞ്ച് വൈൻ യൂസ് ചെയ്തപ്പോഴുള്ള ഹൈറ്റ് ദാറ്റ് ഇസ് h2 വിൽ ബി ഈക്വൽ ടു h1 ഇൻറ്റു ഡെൻസിറ്റി ഓഫ് മെർക്കുറി ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് ഫ്രഞ്ച് വൈൻ. ഓക്കെ, ഇനി മെർക്കുറി യൂസ് ചെയ്തപ്പോഴുള്ള ഹൈറ്റ് എത്രയായിരുന്നുടാ? മെർക്കുറി യൂസ് ചെയ്തപ്പോഴുള്ള ഹൈറ്റ് 76 സെന്റിമീറ്റർ ആയിരുന്നു. കറക്റ്റ്, 76 സെന്റിമീറ്റർ ആയിരുന്നു. 76 സെന്റിമീറ്റർ. നമുക്ക് അടുത്ത നമ്മൾ ഉത്തരവ് സെന്റിമീറ്ററിൽ കിട്ടും. ഡെൻസിറ്റി ഓഫ് മെർക്കുറി എത്രയാണ്? 13.6 into 10⁻³ Actually, density of mercury is 13.6 into 10⁻³ 10⁻³ ആണ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഒക്കെ ഇതാണ് ഡെൻസിറ്റി ഓഫ് മെർക്കുറി. നമ്മള് ഡെൻസിറ്റി ഓഫ് ഫ്രഞ്ച് വൈൻ എത്രയാണ്? ഡെൻസിറ്റി ഓഫ് ഫ്രഞ്ച് വൈൻ 984 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. എത്രയാണ്? 984 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. 984 kilogram per meter cube. Density of French wine is 984 kilogram per meter cube. So എനിക്ക് ഇങ്ങനെ ഇക്വറ്റ് ചെയ്തൂടെ? സോ 76 into density of mercury എത്രയാണ് വരുന്നത്? 13.6 into 10⁻³ divided by density of French wine 984 kilogram per meter cube. Correct. സോ ഇത് ഞാൻ സോൾവ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? ഹൈറ്റ് ഓഫ് ദ കോളം കിട്ടത്തില്ലേ? ഹൈറ്റ് ഓഫ് ദ കോളം കിട്ടും. ആ ഹൈറ്റ് ഓഫ് ദ കോളം എത്രയാണ് വരുന്നത്? ഹൈറ്റ് ഓഫ് ദ കോളം വരുന്നത് ഇത് ഞാൻ സോൾവ് ചെയ്തിട്ട് വരുന്നത് 10.5 മീറ്റർ ആണ്. 10.5 മീറ്റർ. കണ്ടോ? ഇത്രയും 10.5 മീറ്റർ വലിയ ഗ്ലാസ് ട്യൂബ് ഉണ്ടാക്കേണ്ടി വന്നേനെ എന്ത് യൂസ് ചെയ്തിരുന്നെങ്കിൽ? ഫ്രഞ്ച് വൈൻ യൂസ് ചെയ്തിരുന്നെങ്കിൽ. പക്ഷെ മെർക്കുറി യൂസ് ചെയ്തപ്പോൾ വെറും 76 സെന്റിമീറ്റർ മാത്രമേ വേണ്ടി വന്നുള്ളൂ. ബിക്കോസ് മെർക്കുറി ഡെൻസിറ്റി എന്താണ്? അത്രയും കൂടുതലാണ്. ടോറസിലി വാസ് ബ്രില്യന്റ്, ഇന്റലിജന്റ്. കറക്റ്റ്. നെക്സ്റ്റ് ലെറ്റ് സി ക്വസ്റ്റ്യൻ നമ്പർ 9.7. എന്താണ് 9.7 പറയുന്നത്? എ വെർട്ടിക്കൽ ഓഫ് ഷോർ സ്ട്രക്ചർ ഈസ് ബിൽഡ് ടു വിത്ത്സ്റ്റാൻഡ് എ മാക്സിമം സ്ട്രെസ് ഓഫ് 10⁻⁹ പാസ്കൽ. ഇത്രയും മാക്സിമം സ്ട്രെസ് എന്ത് ചെയ്യാൻ പറ്റും? വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈസ് the structure suitable for putting up on top of an oil well in the ocean. Okay, ഇതാണ് ചോദ്യം. Take the depth of the ocean to be roughly 3 kilometer and ignore ocean current. അപ്പൊ മനസ്സിലായില്ലേ? ഓക്കെ, സോ സിമ്പിൾ ആണ്. സോ 3 കിലോമീറ്റർ അടിയിലോട്ട് പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രഷർ കണ്ടാൽ മതി. അവിടെ ഉണ്ടാകുന്ന പ്രഷർ ഈ മാക്സിമം സ്ട്രെസ് 10⁻⁹ പാസ്കലിനേക്കാൾ കൂടുതലാണെങ്കിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അതിനേക്കാൾ കുറവാണെങ്കിലോ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. സോ സിമ്പിൾ ബേസിക് പ്രിൻസിപ്പിൾ അല്ലേ? മാക്സിമം സ്ട്രെസ് എത്രയാണ്? മാക്സിമം സ്ട്രെസ് മാക്സിമം എത്ര സ്ട്രെസ് അതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്? മാക്സിമം വിത്ത്സ്റ്റാൻഡബിൾ സ്ട്രെസ് എത്രയാണ്? മാക്സിമം വിത്ത്സ്റ്റാൻഡബിൾ സ്ട്രെസ് ഈസ് ഗിവൺ ഹൗ മച്ച്? 10⁻⁹ പാസ്കൽ. ക്വസ്റ്റ്യനിലേക്ക് വേണം 10⁻⁹ പാസ്കൽ. ഓക്കെ, അത് ക്വസ്റ്റ്യനിലേക്ക് വേണം. ഓക്കെ, ഇനി എന്താണ് നോക്കേണ്ടത്? നമ്മൾ നോക്കേണ്ടത് എന്താണ്? നമ്മൾ നോക്കേണ്ടത് ഡെൻസിറ്റി ഓഫ് സീ വാട്ടർ. ഡെൻസിറ്റി ഓഫ് സീ വാട്ടർ ഈസ് ഡെൻസിറ്റി ഓഫ് സീ വാട്ടർ. ഡെൻസിറ്റി ഓഫ് സീ വാട്ടർ ക്വസ്റ്റ്യനിലേക്ക് വേണോ? ഡെൻസിറ്റീസ് ഒന്നും ക്വസ്റ്റ്യനിലേക്ക് ഗിവൺ അല്ല. ഓക്കെ, സോ ഡെൻസിറ്റി സീ വാട്ടർ നമുക്ക് 10⁻³ തന്നെ എടുക്കാം. എത്ര എടുക്കാം നമുക്ക്? ഡെൻസിറ്റി ഓഫ് സീ വാട്ടർ എത്ര എടുക്കാം? 10⁻³ kilogram per meter cube. So density of seawater is how much? Density of seawater is 10⁻³ kilogram per meter cube. ഇതാണ് എന്ത് വരുന്നത്? ഡെൻസിറ്റി ഓഫ് seawater 10⁻³ kilogram per meter cube. ഇനി ഡെപ്ത് ഓഫ് സിയോ അത് ക്വസ്റ്റ്യനിലേക്ക് വേണം. ഡെപ്ത് ഓഫ് സി ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ്. കറക്റ്റ്. ഡെപ്ത് ഓഫ് സി ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ്. എത്ര വരുന്നത്?
That is I can take as D, which is equal to 3 kilometer. That is actually in meter 3 ആയിരിക്കും 3 into 10⁻³ meter. 3 meter. Correct. ഇനി acceleration with gravity എത്രയായിരിക്കും? acceleration due to gravity. Acceleration due to gravity എത്രയാ വരുന്നത്? 9.8 meter per second square. Correct. So we know what we know. We know that the pressure exerted by the seawater at a depth D. At a depth D will be how much? D rho G. Correct. Depth into density into acceleration due to gravity. So pressure എത്ര കിട്ടി എനിക്ക്? ഡെൻസിറ്റി എത്രയായിരുന്നു? 10⁻³ ഡെപ്ത് എത്രയായിരുന്നു? 3 into 10⁻³ into 9.8. സോ എത്ര വരുന്നു അറിയാവോ? 2.94 into 10⁻⁷ പാസ്കൽ. ഇത്രയും പാസ്കൽ വരുന്നു. ഇത് ആക്ച്വലി 10⁹ പാസ്കലിനേക്കാൾ കുറവല്ലേ? അതായിരുന്നില്ലേ മാക്സിമം വിത്ത്സ്റ്റാൻഡബിൾ സ്ട്രെസ്? അതിനേക്കാൾ കുറവാണ്. സോ എനിക്ക് എന്ത് പറയാം? as the sea exerts a pressure lesser than the maximum stress, lesser than the maximum allowable stress. Correct. Lesser than the maximum stress the structure can handle. Lesser than the maximum stress the structure can handle. The structure can handle. The structure can survive. Correct. The structure can survive on the oil well in the sea. Oil rig. Correct. സിമ്പിൾ. അതായത് എത്ര സ്ട്രെസ് ആയിരുന്നു മാക്സിമം വിത്ത്സ്റ്റാൻഡബിൾ സ്ട്രെസ്? 10⁻⁹ പാസ്കൽ ആയിരുന്നു. ഇനി 3 കിലോമീറ്റർ താഴോട്ടേക്ക് പോയാൽ വാട്ടർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എത്രയാണ് വരുന്നത്? കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കിട്ടി നമുക്ക് 2.94 into 10⁻⁷ പാസ്കൽ. 2.94 into 10⁻⁷ പാസ്കൽ. സോ കുറവല്ലേ? ആസ് ദ സീ എക്സേർട്സ് എ പ്രഷർ ലെസ്സർ ദാൻ ദ മാക്സിമം സ്ട്രെസ് ദ സ്ട്രക്ചർ ക്യാൻ ഹാൻഡിൽ. ദ സ്ട്രക്ചർ ക്യാൻ സർവൈവ് ഓൺ ദ ഓയിൽ വെൽ ഇൻ ദ സീ. കറക്റ്റ് അല്ലേ? ഈസി. ക്ലിയർ അല്ലേ? യെസ്. സോ നെക്സ്റ്റ് ലെറ്റ്സ് മൂവ് ടു ക്വസ്റ്റ്യൻ നമ്പർ 9.8. 9.8 എന്താണ് പറയുന്നത്? A hydraulic automobile lift is designed to lift a car with a maximum mass of 3000 kg. Hydraulic lift പഠിച്ചതാണ്. The area of cross section of the piston carrying the load is 425 cm². ആയിക്കോട്ടെ. What maximum pressure would the smaller piston have to bear? സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണ്. സി നമുക്ക് പ്രഷർ രണ്ട് സ്ഥലത്ത് ഈക്വൽ ആയിക്കില്ല. സോ F1/A1 ഈക്വൽ ടു F2/A2. ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സ്മൂത്ത് ആയിട്ട് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. സോ ഞാൻ എന്ത് ചെയ്യാണ്? സൊല്യൂഷനിലേക്ക് പോവാണ്. സി നോക്കിക്കോ. സി എന്തൊക്കെയാണ് ക്വസ്റ്റ്യനിൽ ഗിവൺ നമുക്ക് ആദ്യം നോക്കാം. കറക്റ്റ്. ഫസ്റ്റ്, മാക്സിമം മാസ് ദാറ്റ് ക്യാൻ ബി ലിഫ്റ്റഡ്. maximum mass that can be lifted. Maximum mass that can be lifted. എത്രയാണ്? That is actually I can take M. Maximum mass that can be lifted I can take M is equal to 3000 kilogram. So maximum mass that can be lifted that is M is equal to 3000 kilogram. Okay. Next point. Area of cross section. എത്രയാണ് ഗിവൺ? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. സി ഞാനിവിടെ പറയാൻ പോകുന്ന ഈ ക്വസ്റ്റ്യൻ ഹൈഡ്രോളിക് ലിഫ്റ്റ് നമ്മൾ കണ്ടതാണ്. ഹൈഡ്രോളിക് ലിഫ്റ്റ് നമ്മൾ പാസ്കൽസിലൂടെ ആപ്ലിക്കേഷനിൽ നമ്മൾ എന്ത് കണ്ടതാണ്? ഹൈഡ്രോളിക് ലിഫ്റ്റ് കണ്ടതാണ്. ഇവിടെ പാസ്കൽസ് ലോ.
ഹൈഡ്രോളിക് മെഷീൻസിൽ നമ്മൾ എന്ത് പഠിച്ചാണ്? ഹൈഡ്രോളിക് ലിഫ്റ്റ് പഠിച്ചാണ്. കണ്ട F1 A1 F2 A2 ജസ്റ്റ് നമുക്ക് ഈക്വേറ്റ് എന്ത് ചെയ്യാം? നമുക്ക് F2 എല്ലാ ഈക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കാം. കറക്റ്റ്. A to B അവിടെ വിളിക്കുന്ന പേരാണ് എന്ത്? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് ദ ഡിവൈസ് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്താണ്? കണ്ടതാണ്. സോ ഇതാണ് നമ്മൾ ബേസിക് യൂസ് ചെയ്യാൻ പോകുന്ന പ്രിൻസിപ്പിൾ. സോ എവിടെയായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്? താവട്ടല്ലേ? യെസ്. പൊട്ടെ ഓക്കെ എത്തി. സോ നെക്സ്റ്റ്, മാക്സിമം മാസ് that can be lifted M is equal to 3000 kilogram. Area of cross section of the load carrying piston of the load carrying piston of the load carrying piston, that is area is given. How much? Area എത്രയാണ് തന്നിരിക്കുന്നത്? ഏരിയ തന്നിരിക്കുന്നത് 425 സെന്റിമീറ്റർ സ്ക്വയർ. അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം? 425 into 10⁻⁻4 meter square. 425 into 10⁻⁻4 meter square. ഇങ്ങനെ എടുത്തൂടെ? ഓക്കെ. സോ മാക്സിമം മാസ് ദാറ്റ് ക്യാൻ ബി ലിഫ്റ്റഡ് M is equal to 3000 kg. Area cross section of the load carrying piston area equal to 425 centimeter square അല്ലെങ്കിൽ 425 into 10⁻⁻4 meter square. Okay. So next, the maximum force exerted by the load. Maximum force exerted by the load, that is F is equal to weight, that is mass into G, that will be equal to 3000 into 9.8, which is equal to 29400 Newton. 29400 Newton. അതും കിട്ടി. സോ മാക്സിമം പ്രഷർ എത്രയായിരിക്കും ഇവിടെ? മാക്സിമം പ്രഷർ on the load carrying piston, maximum pressure on the load carrying piston, that is P is equal to force by area. maximum pressure എത്രയാണ് വരുന്നത്? 29400 divided by 425 into 10⁻⁻4. correct. Force divided by area only. So that will be equal to 6.917 into 10⁻5 pascals. This is a very huge pressure. 6.917 into 10⁻5 pascal. Okay, easy. Yeah, next. So നമുക്ക് എങ്ങനെ നമുക്ക് ഇത് കൺക്ലൂഡ് ചെയ്യാം? എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം? In a liquid, the pressure transmitted equally. Correct. In a liquid, the pressure transmitted equally in all directions. Therefore I can say that therefore the maximum pressure on the smaller piston is correct. Can say that how much? 6.917 into 10⁻7 ആയിരുന്നു, 5 ആയിരുന്നു, 10⁻5 pascal. 10⁻5 pascal. Easy. Yes. Now let's move to our next question. Okay. This is our next question. A U-tube contains water and methylated spirit separated by mercury. Okay. The mercury columns in the two arms are in level with 10 centimeter of water in one arm and 12.5 centimeter of spirit or in the other. What is the specific gravity of spirit? So we can simply say U-tube contains water and methylated spirit separated by
mercury. The mercury columns in the two arms are in level with 10 centimeter of water in one arm and 12 centimeter of spirit in the other. What is the specific gravity of spirit? നോക്കിക്കോ, ഇതെങ്ങനെയാ ചെയ്ത് നോക്കിക്കോ. സി നോക്കിക്കോളെ, എന്തൊക്കെയാണ് ഗിവൺ? സി, സോ എങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം? ഗിവൺ എന്തൊക്കെയാണ് ഗിവൺ? അതെന്തൊക്കെയാണ് ഗിവൺ നോക്കാം. കറക്റ്റ്. ഫസ്റ്റ്, ഹൈറ്റ് ഓഫ് ദ സ്പിരിറ്റ് കോളം. ഒന്നാമത് നോക്കാം നമുക്ക്. ഹൈറ്റ് ഓഫ് ദ സ്പിരിറ്റ് കോളം. ഹൈറ്റ് ഓഫ് ദ സ്പിരിറ്റ് കോളം. ഹൈറ്റ് ഓഫ് ദ സ്പിരിറ്റ് കോളം എത്രയാണ്? ഐ എം ടേക്കിംഗ് ആസ് h1 that is equal to 12.5 centimeter. അല്ലെങ്കിൽ ഇങ്ങനെ എടുക്കാം, 12.5 into 10⁻⁻2 meter. ഓക്കെ. ഇനി അടുത്തെന്ന് വന്നിരിക്കുന്നത് ഹൈറ്റ് ഓഫ് ദ വാട്ടർ കോളം. h2 that is equal to 10 centimeter. അങ്ങനെ എടുക്കാൻ എനിക്ക് 10 into 10⁻⁻2 meter അല്ലെങ്കിൽ 10⁻⁻1 meter. So height of the water column ആയി, height of the spirit column ആയി. Easy. Okay. ഇനി see, let A and B be the points. Let A and B be the points of contact between spirit and mercury. Between spirit and mercury. Between spirit and mercury and water and mercury. Correct. And water and mercury. Okay. So let A and B be the points of contact between spirit and mercury and water and mercury. Okay. Respectively. I can say respectively. See. Okay. So ഇനി നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയാൻ. സി, P0 I am taking as atmospheric pressure. P0 I am taking as atmospheric pressure. P0 I am taking as atmospheric pressure. And ρ1 I am taking as density of spirit. ρ1 I am taking as density of spirit. ρ1 is density of spirit. And ρ2 I am taking as density of ρ2 I am taking as density of water. Density of water. Density of water. Okay. Density of water. So ഇത്രയും നമ്മൾ എടുത്തു. So ഇനിയൊക്കെ എന്ത് പറയാം? സി, പ്രഷർ അറ്റ് പോയിന്റ് എ എന്തായിരിക്കും? പ്രഷർ അറ്റ് പോയിന്റ് എ. പ്രഷർ അറ്റ് പോയിന്റ് എ എന്തായിരിക്കും? സെക്കൻഡ് ടേക്ക് ആസ് P0 plus H1 ρ1 G. കറക്റ്റ്. അതായിരിക്കില്ലേ പ്രഷർ അറ്റ് പോയിന്റ് എ? P0 plus ρ1, P0 plus H1 ρ1 G. നെക്സ്റ്റ്, പ്രഷർ അറ്റ് പോയിന്റ് ബിയോ. പ്രഷർ അറ്റ് പോയിന്റ് ബി. പ്രഷർ അറ്റ് പോയിന്റ് ബിയോ എന്തായിരിക്കും? P0 plus H2 ρ2 G. കറക്റ്റ്. ഇത് രണ്ടും നമുക്ക് ഇക്വേറ്റ് ചെയ്തൂടെ? സോ ഇക്വേറ്റ് ചെയ്താൽ എനിക്ക് എന്ത് എഴുതാൻ പറ്റും? P0 plus H1 ρ1 G is equal to P0 plus H2 ρ2 G. So P0 I can cancel, G I can cancel. So I can write as H1 ρ1 is equal to H2 ρ2. Or I can say that ρ1 by ρ2, that is specific gravity of spirit only, is actually H2 by H1, that is actually 10 divided by 12.5, that is 0.8. So specific gravity of spirit is negative. Specific gravity of spirit is 0.8. Therefore, specific gravity of spirit is
0.8. Specific gravity of spirit is 0.8. Easy? Yes. Problem solved. Problem 9.9 solved. Next 9.10. In the previous problem, okay, same problem. In the previous problem, if 15 centimeter of water and spirit each are further poured into the respective arms of the tube, what is the difference in the levels of mercury in the two arms? Specific gravity of mercury is given. സോ രണ്ട് ആമിലും 15 സെന്റിമീറ്റർ ഓഫ് വാട്ടർ എന്ത് ചെയ്തു, ഒഴിച്ചു. ഇനി പുതിയ മെർക്കുറി ലെവൽസിന്റെ ഡിഫറൻസ് ആണ് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. സോ സെയിം പ്രോബ്ലം ഓൺലി, സോ സെയിം കോൺസെപ്റ്റ്. എങ്ങനെ സോൾവ് നോക്കിക്കോ 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 നോക്കിക്കോ. സി കണ്ടോ? സോ എന്തൊക്കെയാണ് ഗിവൺ? ഗിവൺ സോ നമുക്ക് H1 ഈക്വൽ ടു 10 സെന്റിമീറ്റർ ആൻഡ് ρ1 വിൽ ബി ഹൗ മച്ച്? 1 gram centimeter raised to -3. Correct. For the spirit column, for the spirit column in the other arm of the U-tube, in the other arm of the U-tube, in the other arm of the U-tube, H2 is, we know how much, 12.5 centimeter, but ρ2 win. Correct? Okay. See, എനിക്ക് എങ്ങനെ എടുക്കാം ഇനി? Let H be the difference. Let H be the difference between the levels of mercury in the two arms. Let H be the difference. Okay, ഇങ്ങനെ എടുത്തു. എനിക്ക് എന്തെഴുതാം? The pressure exerted by height H of the mercury column. Height H of the mercury column. എന്തായിരിക്കും അത്? That will be equal to H ρg, അല്ലെങ്കിൽ എങ്ങനെ എഴുതാൻ? എനിക്ക് H into 13.6 into കറക്റ്റ്. അടുത്തത് ഡിഫറൻസ് between the pressure. Difference between the pressures exerted by water and spirit. അതെത്ര വരുന്നത്? ρ1 H1g മൈനസ് ρ2 H2g. എങ്കിൽ എങ്ങനെ എഴുതാൻ? എനിക്ക് ജി അല്ലെ, ജി കോമൺ അല്ലേ? ജി രണ്ടിലും കോമൺ ആണ്. സോ ജി ഇൻറ്റു 25 into 1 minus 27.5 into 0.8. Correct. So 25 minus actually 3g ആണ്, 3g. So എനിക്ക് എന്ത് ഇക്വേറ്റ് ചെയ്യാം? I can equate 3g is equal to 13.6 hg. Gg cancelled. So h will be how much? 3 divided by 13.6, approximately 0.221 centimeter. അപ്പൊ എത്രയാണ് ഡിഫറൻസ് ഇൻ ഹൈറ്റ് വരുന്നത്? 0.221 സെന്റിമീറ്റർ. ഓക്കെ, ഡിഫറൻസ് ഇൻ ഹൈറ്റ് വരുന്നത് എത്രയാണ്? 0.221 സെന്റിമീറ്റർ. 0.221 സെന്റിമീറ്റർ. 0.221 centimeter. 0.221 centimeter. Okay, yeah. Let's move to another question. 9.4 ചെയ്തില്ലല്ലോ. So question number 9.4 നോക്കാം. നോക്കിക്കോ. Explain why. First എന്താണ്? To keep a
piece of paper horizontal, you should blow over. അല്ലേ? നോട്ട് അണ്ടർ. കറക്റ്റ് അല്ലേ? റീസൺ എന്താണ്? ഇഫ് വി ബ്ലോ over a piece of paper, the velocity of air above the paper becomes more than that of below. Okay, as then the kinetic energy of air above paper increases in accordance with the Bernoulli's theorem, its pressure energy and its pressure decreases. Due to the greater value of pressure below the piece of paper, atmospheric pressure it remains horizontal and does not fall. മനസ്സിലായ സംഭവം എന്താ പറഞ്ഞത്? നോക്കിക്കോ. സി സംഭവം ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. നോക്കിക്കോ. നമ്മൾ സി ഇതാണ് സപ്പോസ് നമ്മൾ മുകളിൽ ഊതണം. ഇതാണ് പീസ് ഓഫ് പേപ്പർ, ഇതാണ് പേപ്പർ ഒക്കെ. നമ്മൾ മുകളിൽ ഊതുമ്പോൾ സംഭവിക്കുന്നത് ഇവിടെയുള്ള വെലോസിറ്റി എന്ത് ചെയ്യും? വെലോസിറ്റി കൂടും. വെലോസിറ്റി കൂടുമ്പോൾ ഇവിടെയുള്ള കൈനറ്റിക് എനർജി കൂടും. ഓക്കെ, വെലോസിറ്റി കൂടി, പിന്നെ എന്ത് കൂടിയപ്പോ? കൈനറ്റിക് എനർജി കൂടി. കൈനറ്റിക് എനർജി കൂടിയപ്പോ ഇവിടെയുള്ള പ്രഷർ എനർജി എന്ത് ചെയ്യും? കുറയും. പ്രഷർ എന്ത് ചെയ്യും? കുറയും. സോ അടിയിലായിരിക്കും എന്ത്? പ്രഷർ കൂടുതൽ. സോ ഇറ്റ് വിൽ റിമൈൻ ഹൊറിസോണ്ടൽ. So to keep a piece of paper horizontal, we should blow over it, not under it. Okay, നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത് ഏത് പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ടാണ്? ബെർണോളീസ് പ്രിൻസിപ്പിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? When we try to close a water tap with our finger, fast jets of water gets through the openings between our finger. Simple അല്ലേ? As per the equation of continuity. See, equation of continuity എന്താ പറയുന്നത്? Equation of continuity, area into velocity is a constant. As per equation of continuity, area into velocity is a constant. When we try to close a water tap with our finger, the area of the cross section of the outlet of the water jet is reduced. അല്ലേ? അവിടെയുള്ള ഏരിയ എന്ത് ചെയ്യും? ഏരിയ കുറയുന്നു. ഏരിയ കുറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വെലോസിറ്റി ഓഫ് ദ വാട്ടർ ഇൻക്രീസസ് ബിക്കോസ് ഏരിയ കുറഞ്ഞു, വെലോസിറ്റി കൂടി. സിമ്പിൾ ആണ്. ഇവിടെ സിമ്പിൾ പ്രിൻസിപ്പിൾ ആണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. സി ഫിംഗേഴ്സിന്റെ ഇടയിലുള്ള ഏരിയ കുറഞ്ഞു, സോ അവിടെയുള്ള വെലോസിറ്റി എന്ത് ചെയ്തു? കൂടി. സിമ്പിൾ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഏത് പ്രിൻസിപ്പിൾ ആണ് യൂസ് ചെയ്തത്? ഇക്വേഷൻ ഓഫ് continuity. ഒന്നാമത്തെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഏത് പ്രിൻസിപ്പിൾ യൂസ് ചെയ്തത്? ബെർണോളീസ് പ്രിൻസിപ്പിൾ, BP. കറക്റ്റ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കോ. The size of the needle of a syringe controls flow rate better than the thumb pressure exerted by a doctor while administering an injection. Why? See again, the size of the needle controls the velocity of flow and thumb pressure. According to Bernoulli's theorem, we know that. According to Bernoulli's theorem, we know that P plus half rho V square is a constant. അല്ലേ? Power. Velocity occurs with a square power. Therefore, velocity is more effective compared to the pressure. It is for this reason that the needle of the syringe controls the flow rate better than the thumb pressure exerted by the doctor. കാരണം എന്താണ്? നോക്കി, ഇതാണ് ബെർണോളി പറയുന്നത്. P plus half rho V square is a constant. ഇവിടെ നോക്ക്, പ്രഷറിന്റെ പവർ എത്രയാണ്? 1 ബട്ട് വെലോസിറ്റിയുടെ പവറോ 2. കറക്റ്റ്. സോ വെലോസിറ്റി ഈസ് മോർ ഇഫക്റ്റീവ്. ആരാണ് മോർ ഇഫക്റ്റീവ്? Velocity is more effective. ആരാണ് മോർ ഇഫക്റ്റീവ്? Velocity is more effective. See, velocity is more effective as compared to the pressure. It is for this reason that needle of the syringe controls flow rate better than the thumb pressure exerted by the doctor. Easy. സിമ്പിൾ അല്ലേ? ഓക്കെ. സി അതാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. അതായിരുന്നു. 4ാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് പോവാണ്. എന്താണ് 4ാമത്തെ സ്റ്റേറ്റ്മെന്റ്? A fluid flowing out of a small hole in a vessel results in a backward thrust on the vessel. Simple principle of conservation of momentum. ഏത് പ്രിൻസിപ്പിൾ ആണ്? പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. നോക്കിക്കോ, പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം ആണ് ആ കേസിൽ എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യണം. സി, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നോക്കിക്കോ. പ്രിൻസിപ്പിൾ ഓഫ്
conservation of moment. See, നോക്കിക്കോ. Principle of conservation of momentum. Principle of conservation of momentum. Principle of conservation of momentum. Correct. എന്താണിത്? While the flowing fluid carries forward momentum, vessel gets a backward momentum. See, flowing fluid എന്താണ്? Forward momentum. See, മുമ്പോട്ടേക്ക് ഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡ് ക്യാരീസ് എ ഫോർവേഡ് മൊമെന്റം. ഫ്ലോയിങ് ഫ്ലൂയിഡ് carries a forward momentum. Flowing fluid carries a forward momentum. പക്ഷെ vessel gets a backward momentum. Vessel gets a backward momentum. നമുക്ക് ഇനി ഒന്നുകൂടി വായിച്ചു നോക്കുക. See, a fluid flowing out of a small hole in a vessel results in thrust on the vessel. Simple and principle of conservation of momentum. See, flowing fluid carries a forward momentum, so vessel gets a backward momentum. See, simple. Next, the last statement. See, a spinning cricket ball in air does not follow a parabolic trajectory. A spinning cricket ball dynamic effect. നമ്മൾ പഠിച്ചതാണ്. Spinning cricket ball in air does not follow a parabolic trajectory. Magnus effect. See, അതിന്റെ സിമ്പിൾ. അതിന്റെ എന്താണ്? ഏത് ഇഫക്റ്റ് കാരണമാണ്? Magnus effect. ഇഫക്റ്റ് ആണ് മാഗ്നസ് ഇഫക്റ്റ്. സി, മാഗ്നസ് ഇഫക്റ്റ് ബ്യൂട്ടിഫുള്ളി ആൻസൈറ്റിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ വായിച്ചു. മാഗ്നസ് ഇഫക്റ്റ് സി ഇവിടെ അല്ല. ബെർണോളീസ് പ്രിൻസിപ്പിൾ കഴിഞ്ഞിട്ടാണ് എന്ത് കൊടുത്തിരിക്കുന്നത്? മാഗ്നസ് ഇഫക്റ്റ്. യെസ്, എന്താണ് മാഗ്നസ് ഇഫക്റ്റ്? സി നോക്കിക്കോ. Ball moving with a spin. A ball which is spinning drags air along with it. If the surface is rough, more air will be dragged. Figure 9.11b shows the streamlines of air for a ball which is moving and spinning at the same time. See, ഈ ഫിഗർ ആണ്. See, മൂവിങ് ചെയ്യുന്നുണ്ട്, സ്പിന്നിങ്, മൂവിങ് വിത്ത് സ്പിന്നിങ്. So, moving and spinning at the same time. The ball is moving forward and relative to the air is moving backward. Therefore, the velocity of air above the ball relative to the ball is larger and below it is smaller. So, the velocity gradient vanille, the streamlines thus get crowded above and rarefied below. So, മുകളിലുള്ള streamline എന്ത് ചെയ്തു? Crowd ചെയ്തു. This difference in the velocities of air results in the pressure difference between the lower and upper phases. See, velocity gradient വന്നു, എന്ത് വന്നു? പ്രഷർ മാറി. See, velocity മാറിയപ്പോൾ പ്രഷർ മാറി. Okay. And there is a net upward force on the ball. So there is a net upward force on the ball. Net upward force on the ball. This dynamic lift is due to spinning is called Magnus effect. Dynamic lift due to spinning is called Magnus effect. Dynamic lift due to spinning is called Magnus effect. This dynamic lift due to spinning is called Magnus effect. It's very important. This dynamic lift due to spinning is called Magnus effect. This dynamic lift due to spinning is called Magnus effect. Okay. So നമ്മൾ എന്ത് ചെയ്തു? Exercise question number I think approx. See, okay. Question number 10th വരെ നമ്മൾ എന്ത് ചെയ്തു? സോൾവ് ചെയ്തു. നാളെ നമുക്ക് 11, 12, 13, 14, 15, 16 ഓക്കെ 10 ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നാളെ എന്ത് ചെയ്യാം? നാളത്തെ സെഷൻ എന്ത് ചെയ്യാം? നമുക്ക് സോൾവ് ചെയ്യാം. സോ ബൈ, താങ്ക് യു എവരി വൺ.